ബസ്സിൽ നമ്മൾ അവിടെ നിന്നും ബസ്സിൽ വന്നു, ഇവിടുന്ന് ഖത്തറിൽ നിന്നും ബസ്സിൽ. അങ്ങനെ നമസ്കാരം, എല്ലാം ഓക്കെ അല്ലേ? അടിപൊളിയല്ല, പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? പൊളിച്ചടക്കും. ടിക്കറ്റുകളൊക്കെ നല്ല രീതിക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഒന്നടങ്കം കയറി തകർക്കും അല്ലേ? ഇതന്നെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫുൾ സെറ്റ്. പിന്നെ പൊളിയല്ലേ? ഫുൾ പൊളിയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. ഫുൾ പൊളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് ദേ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ബസ് തന്നെ ഉണ്ടല്ലോ, ബസ് ഭയങ്കര രീതിക്ക് സെറ്റ് ചെയ്തേക്കണ ബസ്സാണ്. ആ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ല, ആ ബസ്സിലല്ല പോകുന്നത്. അപ്പോൾ നിൽക്കാം, അതേ കാണുന്നതാണ് ബസ്. ആ ബസ് ഷൂട്ട് ചെയ്തുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇവൻറ്റിൻ്റെ ബസ്സാണ്. ഇങ്ങനെ 6-7 ബസ്സാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഓരോ ആളുടെയും, ലാലേട്ടൻ്റെയും മമ്മൂക്കാടെയും ഒക്കെ പടം വെച്ചുള്ള ബസ്സുകൾ, അതോടൊപ്പം സുരാജിൻ്റെ ബസ്, അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെ, മെയിൻ ആർട്ടിസ്റ്റുകളുടെ പടം വെച്ചുള്ള ബസ്സാണ്. ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കിടന്ന് ഓടുന്നുണ്ട്. ആ ബസ്സിൽ തന്നെ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകത കേട്ടോ. ഏറ്റവും പ്രത്യേകത നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തെടുക്കാനുള്ള സൗകര്യവും ഈ ബസ്സിലുണ്ട്. അങ്ങനെ ബസ്സുകൾ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ യാത്ര തുടരുകയാണ്. ഇവിടെ ആളുകളെല്ലാം ഓടി വരികയാണ്. ഇങ്ങനെ നിരവധി ബസ്സുകളാണ് ഇരിക്കുന്നത്. ഈ ബസ്സിൻ്റെ പ്രത്യേകത നമ്മൾ കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ സ്കാനിങ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ വേറെ ബസ് കൊണ്ട് നിർത്തുന്ന സ്ഥലത്ത് തന്നെ സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്ന രീതിക്ക് അങ്ങനെയാണ് എല്ലാ ബസ്സും സെറ്റ് ചെയ്തേക്കുന്നത്. ബസ് കുറേ ദിവസമായിട്ട് ബസ് ഇങ്ങനെ ഇവിടെ കിടന്ന് ഓടുകയാണ്. ബസ് എത്ര ദിവസമായിട്ട് കിടന്നോടുന്നു? എത്ര ദിവസമായിട്ട്? അല്ല, നിങ്ങളൊന്നും പറഞ്ഞു എത്ര ദിവസമായി? അല്ലല്ല, അത് 4 ദിവസമാണ്. 4 ദിവസമല്ലേ? എങ്ങനെയുണ്ട് എല്ലാ സ്ഥലത്തും പോയി റെസ്പോൺസ് ഒക്കെ? ഈ ബസ് 1 മാസം ഓടും. റെസ്പോൺസ് എങ്ങനെയുണ്ട് ആളുകളിലൊക്കെ? നല്ല റെസ്പോൺസ് അല്ലേ? അപ്പോൾ കണ്ടില്ലേ, നല്ല റെസ്പോൺസാണ് ആളുകൾക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ഇത് വേറെ ബസ് കണ്ടില്ല, ലാലേട്ടൻ കണ്ടില്ലേ, നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഇരിക്കുന്നുണ്ടല്ലേ. ദേ ഇരിക്കുന്ന താരരാജാക്കന്മാർ. നോക്ക്, താരരാജാക്കന്മാരുടെ ഗംഭീര വണ്ടി. ഇത് 1 മാസമായിട്ട് ഇവിടെ കിടന്ന് ഓടുകയെന്ന് പറഞ്ഞു. 1 മാസമായിട്ട് ഈ വണ്ടി ഇവിടെ കിടന്ന് ഓടുന്നു പറഞ്ഞു. ഇങ്ങനെ അവിടെയുണ്ട് ബസ്സുകൾ ഗംഭീരമായിട്ടാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പോവുകയാണ്. കണ്ടില്ലേ, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ കണ്ടില്ലേ, നമ്മുടെ ഇവൻ്റാണ്. ഇവൻ്റെ ഖത്തറിലാണ്. സ്റ്റേഡിയം 974. ഈ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞു, നെയ്മറും മെസ്സിയും ഒക്കെ കാൽപന്തുകളിൽ മുത്തമിട്ട സ്റ്റേഡിയത്തിൽ നമ്മുടെ താര രാജാക്കന്മാർ ലാലേട്ടും മമ്മൂക്കായുടെ നേതൃത്വത്തിൽ വലിയ ഒരു താരസംഗമമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി റൂമിലേക്കുള്ള യാത്രയാണ്. റൂമിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനിയും റൂമിൽ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ.